അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ മിന്നൽ നീക്കം. അറബിക്കടലിൽ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പരീക്ഷിച്ച് നാവികസേന. ബ്രഹ്മോസ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണമാണ് അറബിക്കടലിലെ ഇന്ത്യൻ റീജിയനിൽ ഇന്ത്യൻ നാവികസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ നാവിക കേന്ദ്രത്തിൽ നിന്നും 85 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇന്ത്യയുടെ നാവിക പരീക്ഷണങ്ങൾ നടക്കുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ കൂടുതൽ പടക്കപ്പലുകൾ പാകിസ്ഥാൻ തീരത്തിന് സമീപത്തേക്കായി ഇന്ത്യ വിന്യസിച്ചത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ നാവികാഭ്യാസങ്ങൾ ആ മേഖലയിൽ ആരംഭിച്ചിരുന്നു. ഇതിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായ പടക്കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നാവിക പരീക്ഷണങ്ങളും നാവികാഭ്യാസ പ്രകടനങ്ങളും അറബിക്കടലിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നാവികസേന നേർക്കുനേർ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക്, പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക്, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമാതിർത്തി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം ഇറക്കിയിരുന്നു. മെയ് മാസം 22-ാം തീയതി വരെ പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമ പരിധി ഉപയോഗിക്കാൻ പാടില്ല. പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇനി ചൈനയുടെ വ്യോമ പരിധി ഉപയോഗിച്ചുകൊണ്ട് വേണം അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രകൾ നടത്താൻ. ഇന്ത്യയുടെ വ്യോമപരിധി 22 ദിവസത്തേക്ക് പാകിസ്ഥാന് നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്, നിർണായകമായ തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ പ്രകോപനങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറുന്നതിന്റെ എല്ലാ സാഹചര്യങ്ങളും കാണുകയാണ്. ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്ത്രപരമായ നീക്കം ഇന്ത്യ നടത്തുന്നു. ഇന്ത്യ തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല, മറിച്ച് ഇന്ത്യ നാലുപാട് നിന്നും പാകിസ്ഥാനെ വളയുന്നു എന്നുള്ള വാർത്തകളാണ് പുറമെ വരുന്നത്. ഇന്ത്യക്ക് പിന്തുണയുമായി ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും പുറത്തു വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണം തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ജയ്പൂരിൽ ഒരു വിമാനം ലാൻഡ് ചെയ്തിരുന്നു, മറ്റൊരു വിമാനം ന്യൂഡൽഹിക്ക് സമീപമുള്ള എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് ലാൻഡ് ചെയ്തത്. ഈ 2 വിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നേരത്തെ കാർഗിൽ യുദ്ധസമയത്തിന് ഏറ്റവും അധികം ഇന്ത്യയെ സഹായിച്ച രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ, ശബ്ദം പോലുമില്ലാത്ത വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആ ഫൈറ്റർ ജെറ്റുകളാണ് പ്രധാനമായും പാകിസ്ഥാനെതിരെയുള്ള വിജയത്തിന് നിർണായകമായത്. ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ സേനയുടെ നീക്കങ്ങളെ കുറിച്ച് ഓരോന്നായി ഇന്ത്യയെ അറിയിച്ചത്. ആ അത്യാധുനിക റഡാറുകളും അവയ്ക്കൊപ്പമുള്ള യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു. ക്ലസ്റ്റർ ബോംബുകൾ, ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട്. ആ ക്ലസ്റ്റർ ബോംബുകളടക്കം ഇന്ത്യക്ക് ഇസ്രായേൽ നൽകുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ അനായാസ വിജയം ഇന്ത്യക്ക് നേടാൻ കഴിയും. പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെയൊക്കെ തച്ചു തകർക്കാൻ ഇസ്രായേലിന്റെ പിന്തുണ ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് പങ്കുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിന് പങ്കുണ്ട് എന്ന് ഇന്ത്യ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച തെളിവുകളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ സേന ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ തലവന്മാരുടെ വീടുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണ്. അത്തരത്തിൽ പാകിസ്ഥാൻ സേനയും പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഓരോ തെളിവുകളാണ് ഓരോ മണിക്കൂറിലെയും പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇന്ത്യക്ക് പിന്തുണയുമായി ഇസ്രായേലുണ്ട്. നേരത്തെ അമേരിക്കയുടെ എയർഫോഴ്സിന്റെ ഒരു ഫൈറ്റർ ജെറ്റും ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. പരിപൂർണമായ പിന്തുണ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഫ്രാൻസും ഒക്കെ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചത് ചൈന മാത്രമേ ഉള്ളൂ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷമായി പാകിസ്ഥാനെ ചൈന സഹായിക്കാൻ സാധ്യതയില്ല. ഒരു നിഷ്പക്ഷമായ ഒരു നിലപാട് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ചൈന സ്വീകരിക്കുക എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ഇന്ത്യക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയാണ്. നമുക്കറിയാം, സൈനികപരമായി ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ മാത്രമല്ല, ഇറാനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, സിറിയക്കെതിരെയൊക്കെ ഒരേ സമയം യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഇസ്രായേൽ സേനയ്ക്കുണ്ട്.
അതുമാത്രമല്ല ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റുകൾ, വ്യോമസേനയാണ് ഇസ്രായേലിന്റെ ഏറ്റവും കരുത്ത്. ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു വ്യോമസേനാ സംവിധാനമുള്ളത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ എണ്ണം പറഞ്ഞ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ, അത് പാകിസ്ഥാന് മേൽ ഏറ്റവും എളുപ്പത്തിൽ വിജയം നേടാൻ ഇന്ത്യയെ സഹായിക്കും. അത്രത്തോളം ആധുനികമാണ് ഇസ്രായേലിന്റെ സായുധ സംവിധാനങ്ങൾ. നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും ആദ്യം ഇസ്രായേലിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു. ഒക്ടോബർ മാസം 7, 2023 ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിയെ പരസ്യമായി വിമർശിക്കുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്തത് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഹമാസിനെ തള്ളിപ്പറയുകയും ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യക്ക് ഒരു അതീവ രഹസ്യമായ ഒരു സന്ദേശം ഇസ്രായേൽ നൽകുകയുണ്ടായി. പാക്കധീന കാശ്മീരിൽ ഹമാസിന്റെ താവളങ്ങളുണ്ട്. പാക്കധീന കാശ്മീരിൽ ഹമാസിന്റെ നേതാക്കന്മാർക്ക് താവളമൊരുക്കി ഇന്ത്യയെ ആക്രമിക്കാനുള്ള നീക്കം നടത്തുകയാണ് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ. ഇതിൽ കരുതലോടെ ഇരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യക്ക് അന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി നൽകിയത്. അതിന് മുമ്പ് തന്നെ POKയിൽ ഹമാസിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ ചില തെളിവുകളും ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഈ ഭീകരാക്രമണത്തിൽ ഹമാസിന് നേരിയ തോതിലെങ്കിലും പങ്കുണ്ട് എന്ന് ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇന്ത്യ പരസ്യമായി ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ ശത്രുതയിലാകാം, വിരോധത്തിലാകാം ഹമാസിന്റെ കൂടി സഹായത്തോടു കൂടി പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയത് എന്ന കണക്കുകൂട്ടൽ ഇന്ത്യക്കുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ അകമഴിഞ്ഞ പിന്തുണയുമായി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലിന്റെ പോരാളികളും സൈനികരും അധികം വൈകാതെ ഇന്ത്യയിലേക്ക് എത്തും. ഒരു യുദ്ധം സംജാതമായാൽ ഇന്ത്യക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലൊന്നായി മാറും ഇസ്രായേൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നേരത്തെ കാർഗിൽ യുദ്ധസമയത്തിന് ഏറ്റവും അധികം ഇന്ത്യയെ സഹായിച്ച രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ശബ്ദം പോലുമില്ലാത്ത വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആ ഫൈറ്റർ ജെറ്റുകളാണ് പ്രധാനമായും പാകിസ്ഥാനെതിരെയുള്ള വിജയത്തിന് നിർണായകമായത്. ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ സേനയുടെ നീക്കങ്ങളെ കുറിച്ച് ഓരോന്നായി ഇന്ത്യയെ അറിയിച്ചത്. ആ അത്യാധുനിക റഡാറുകളും അവയ്ക്കൊപ്പമുള്ള യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു. ക്ലസ്റ്റർ ബോംബുകൾ, ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട്. ആ ക്ലസ്റ്റർ ബോംബുകളടക്കം ഇന്ത്യക്ക് ഇസ്രായേൽ നൽകുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ അനായാസ വിജയം ഇന്ത്യക്ക് നേടാൻ കഴിയും. പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെയൊക്കെ തച്ചു തകർക്കാൻ ഇസ്രായേലിന്റെ പിന്തുണ ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.